ഇന്ന് നമ്മൾ അടുത്ത ട്രിപ്പിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. പതിവ് പോലെ തന്നെ വായി നോക്കിക്കൊണ്ട് ക്യാബിൽ ഞാനുണ്ട്. പെൺകുട്ടികൾ എന്ന പോലെ വണ്ടി വളച്ചുകൊണ്ട് അശ്വിനുണ്ട്. ഉറങ്ങാതെയും ഉറക്കം തൂങ്ങുന്ന അപ്പു ഇവിടെ തന്നെയുണ്ട്. കുറച്ച് പൂ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പൂക്കട മൊത്തത്തിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുവിനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പിനുള്ള ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലത്തെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ടാണെന്ന് പറഞ്ഞോട് ആൾക്കാരൊക്കെ വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പോസ്റ്റ് അപ്പു വാങ്ങിച്ച പൂ എടുത്ത് വണ്ടിയുടെ ക്യാബിൽ തൂക്കിയിട്ട് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പമ്പിൽ കയറി. ഡീസൽ അടിക്കാൻ തുടങ്ങിയത് മുതലേ അശ്വിൻ തിരക്കില്ല. ഓരോ തവണ എണ്ണുമ്പോഴും ഓരോ ഉത്തരം കിട്ടുന്നത് കൊണ്ട് അശ്വിൻ വീണ്ടും 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 പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫുൾ ടാങ്ക് ഡീസൽ ഒഴിച്ച് നമ്മൾ നേരെ പോവുകയാണ് ഗുരുവായൂർക്ക്. 2 ദിവസം ഗുരുവായൂർ, അതാണ് ഇന്നത്തെ ട്രിപ്പ്. നമ്മളങ്ങനെ ഡീസൽ ഒഴിച്ച് കുറച്ചു ദൂരം പോയപ്പോഴേ ഉറക്കം തൂങ്ങി അപ്പും സീറ്റിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ അപ്പുവിന്റെ ഉറക്കം കൊണ്ട് നമ്മളങ്ങനെ നേരെ പോകുമ്പോഴാണ് വെഞ്ഞാറമൂട് എത്തിയപ്പോൾ ആ കാര്യം സംഭവിച്ചത്. വെഞ്ഞാറമൂട് ജംഗ്ഷനിലെ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതുകൊണ്ട് വെഞ്ഞാറമൂട് എത്തുന്നതിന് മുമ്പ് നമ്മൾ റോഡ് തിരിച്ചുവിട്ട റോഡാണെങ്കിൽ ഹൈ റേഞ്ചിനെക്കാളും അപ്പുറമായിരുന്നു. ഇടത്തോട്ടുള്ള വളവ് തിരിച്ചു വരുമ്പോഴത്തേക്കും വലത്തോട്ടുള്ള വളവ്. പിന്നെ ഈ റോഡിന് പ്രത്യേകതയുണ്ട്, ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല, വളവുകൾ മാത്രം വളച്ചോണ്ടിരുന്ന മാത്രം മതി. ഈ റോഡിൽ കൂടെ 5 ദിവസം പോയ അശ്വിൻ പിന്നെ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ലെന്നാണ് അവൻ തന്നെ പറയുന്നത്. വളവുകൾ വളച്ച് ക്ഷീണിച്ചപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ നിർത്തി. ഫുഡ് കൊണ്ടുവന്നതുകൊണ്ട് ബസിന്റെ പിറകിൽ വെച്ചാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഫുഡ് കഴിച്ച് കയറിയപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് പുറപ്പെട്ടു. അപ്പോഴാണ് ദേണ്ട ഓർത്തും വണ്ടി എടുത്ത് കുറുകെ വെച്ചുകൊണ്ട് നിൽക്കുന്നത്. വണ്ടി പാസ് ചെയ്ത് പോയപ്പോഴാണ് അത് ആരാണെന്ന് നമ്മൾ കണ്ടത്. അങ്ങനെ ഒവിലിനെ കണ്ട സന്തോഷത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അതിന്റെ റാലിയുമായിട്ട് നമ്മുടെ പിള്ളേർ വരുന്നത് കണ്ടത്. അല്ലെങ്കിലും ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ട്. വോക്കൽ ഓണാക്കി ശ്രീകൃഷ്ണന്റെ രാധയുടെ പാട്ടം കിട്ടും. നമ്മുടെ വണ്ടിയുടെ വോക്കലായിട്ട് റാലിയിൽ നിന്ന് പിള്ളേര് വരത്തുള്ളൂ. അങ്ങനെ പിള്ളേരെ തുള്ളിച്ച് ബ്ലോക്കിലൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് ദാ കിടക്കണം നമ്മുടെ അയൽവാസിയായ ഹെർബി. അങ്ങനെ നമ്മുടെ ഹെർബേക്കിന്റെ ആറ്റോ എടുത്ത് മുമ്പോട്ട് പോയപ്പോഴും ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറി വന്ന് നമ്മുടെ പോലീസ് മാമന്മാർ ബ്ലോക്ക് ഉണ്ടാക്കി. പോലീസ് മാമന്മാർ മാതൃക കാണിച്ചതുകൊണ്ട് വരിയായിട്ട് പിറകെയും കുത്തിക്കയറ്റിക്കൊണ്ട് വേറെയും വണ്ടികൾ വന്ന് വീണ്ടും ബ്ലോക്കായി.